എല്ലാവർക്കും D4 Diana വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്. അപ്പം നമ്മൾ നമ്മുടെ പുൽക്കൂട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ വാവാറ്റ? അപ്പം നിങ്ങൾ കഴിഞ്ഞ വ്ലോഗ് കണ്ടിട്ടുണ്ടാവും നമ്മുടെ പുൽക്കൂട് നമ്മൾ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം നോക്ക്, ഒരുത്തൻ നമ്മളെ നോക്കി വരുന്നുണ്ട്. നോക്ക് ആരാത്? ചെമ്മൂട്ടിട്ടേ ഉണ്ടോ? ഒരു മൈൻഡില്ലാതെ പോകുന്നു. നോക്കിയേ, നമ്മുടെ ചെമ്മൂട്ടിയാണ്. എന്തൊരു ചാടിയാ ഒരു മൈൻഡിലാണ് എങ്ങോട്ട് പോണു കുഞ്ഞ്. ചെമ്മുക്കുട്ടാണ്. ഞാൻ ഇതിന് ഇച്ചിരി പാല് കൊടുത്തിട്ട് ഓടി വരാം കേട്ടോ. ശരി. ചെമ്മൂട്ടിട്ടി പോവോ? ചെമ്മു എവിടെയായിരുന്നു? ക്യാറ്റ് ഫുഡിന്റെ സ്വന്തം ആളാണ് കേട്ടോ. അത് തന്നെ, ജീവനാണ്. അത് തന്നെ. പക്ഷെ അവന് വേണ്ടത് മാത്രം കേട്ടോ കഴിക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. നമ്മൾ എത്ര ഫുഡ് കൊടുത്താലും അവന് വേണ്ടത് മാത്രമാണ് അവൻ കഴിക്കുള്ളൂ. തെമ്മൂട്ടിട്ട് കഴിച്ചാട്ടാ. അപ്പൊ നമ്മുടെ ചെമ്മൂട്ടിക്ക് നമ്മൾ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവനൊരു മുറക്കൊക്കെ മുറങ്ങിയത് അങ്ങ് പോയിട്ടുണ്ട്. അധികം അടുപ്പിക്കുകയല്ല കേട്ടോ നമ്മൾ, അതാണ് ഒരു പ്രശ്നം. പക്ഷെ ഞാൻ എനിക്ക് എന്നെ കാണുമ്പോൾ ഞാനും വളരും. അതൊക്കെ പോട്ടെ ഗായ്സ്. അപ്പൊ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് ആണ് എന്റെ തലയ്ക്കുന്നത്. അപ്പൊ ഇത് അൺബോക്സ് ചെയ്യുന്ന ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 19 ക്ലിപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞാൽ അതൊരു വ്ളോഗ് ആക്കായിരുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നത് കാരണം നമുക്കൊരു അഭ്യുദയകാംക്ഷി തന്ന ക്രിസ്മസ് ട്രീ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക് യു സോ മച്ച് പറയുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം നമുക്ക് ട്രീ ഇല്ലായിരുന്നു. അപ്പൊ ട്രീ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നതും വേറൊരു വൈബാണ്. എന്താണ്? വൈബാണ്. അപ്പം നമ്മൾ ട്രീ മോസ്റ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ നമ്മുടെ പുൽക്കൂട് എല്ലാരും കണ്ടല്ലോ, കാണിച്ചു കൊടുക്കാറില്ല എല്ലാവർക്കും പുൽക്കൂട്. നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള പുൽക്കൂടൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് രാത്രിയിലാണ് നമ്മൾ ലൈറ്റ്സ് ഒക്കെ ഇടുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ. നമ്മള് എന്താ പറയാ, വ്യൂ മോസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ട്രീ നമ്മൾ മോസ്റ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമ്മളെ ട്രീ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെയാണ് വെക്കാൻ പോകുന്നത്, നമ്മുടെ പുൽക്കൂടിന്റെ തൊട്ടടുത്ത്. അപ്പൊ ഇത് 5 feet ഉണ്ട്. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് പോകുന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ലൈറ്റ്സ് ഇടുമ്പോ നമ്മൾ ഈ മരത്തിലേക്കും കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്തിടും, ലൈറ്റ്സ് ഒക്കെ ഇടും കേട്ടോ. അപ്പം ട്രീ നമുക്ക് മോസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ ഈ ട്രീന്റെ ഒപ്പം നമുക്ക് എന്തുണ്ട്, ഡെക്കറേറ്റിന്റെ സൂത്രം കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ അതും കൂടി ആക്കിയിട്ടാണ് നമ്മൾ മോസ്റ്റ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ടീ തന്നെ വന്നിട്ടിരിക്കുക. ട്രീ ഡെക്കറേറ്റർ അടറിപ്പൊട്ടറിയാട്ടോ. നമ്മുടെ മോസ്റ്റ് ട്രീ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഒരുപാട് ഷോർട്സ് ഇട്ട് വ്ളോഗ് പോലെ എന്താ പറയാ, ഒരു 10 ഞാൻ പറഞ്ഞില്ലേ കുറെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ട്രീ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോഴതിനോർത്ത് അയ്യോ എന്തിനാ, പക്ഷെ നമുക്ക് വന്ന ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരണ്ടേ. അപ്പൊ ഡെക്കറേറ്റ് ചെയ്യുന്ന വേറൊരു വ്ളോഗ് എടുക്കാൻ നോക്കിട്ടായിരുന്നു. മോസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രീ നമുക്ക് മോസ്റ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഗായ്സ്. അപ്പൊ നമ്മുടെ ട്രീ നോക്കിക്കേ, ചിരിച്ചോണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ട്രീ നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണ്ടേ. പൊട്ടനാ തോന്നുന്നുണ്ടല്ലോ ചേ. നോക്ക്, ഫസ്റ്റ് ആണ് നമ്മുടെ ട്രീക്കുള്ള. നിന്റെ ഒന്നും അല്ല, എന്റെ അത് നിന്റെ അപ്പൊ നോക്ക, ഫസ്റ്റ് ആണ് നമ്മൾ ആ സൂത്രങ്ങൾ അന്ന് നമ്മള് അൺബോക്സ് ചെയ്തപ്പോ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഈ സൂത്രങ്ങളൊക്കെ ആദ്യം എടുത്ത് സൈഡിലേക്ക് വെക്കാൻ കാണിച്ചു തരുവേ. അപ്പൊ സാൻഡ് നമുക്ക് മറ്റേ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു, പുൽക്കൂട് റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കൂടെ ഉണ്ട്, നമുക്ക് ട്രീയിലേക്ക് വേണ്ടിട്ടാണ് കേട്ടോ. ഓ വാവ് ഗായ്സ്, 2 അടിപൊളി തൊപ്പി ഉണ്ട് കേട്ടോ. ആ ശരി, എടുക്ക്. എടാ നോക്കണ, 2 വേറെ വേറെ കളറാ അല്ലേ? ഇത് ഓറഞ്ചും റെഡും. ഇത് ഓറഞ്ചും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റെഡ് വേണേ. തൊപ്പി വെച്ചില്ല എന്ന് ആരും പറയണ്ട, തൊപ്പി വെക്കാം. ശരിയായില്ല. ഇപ്പൊ ഈ ഹെയർ ബോ ഉള്ളതുകൊണ്ട് തൊപ്പി വെച്ചാൽ റെഡി ആവുമെന്ന് എനിക്കറിയില്ല. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. അയ്യോ എന്താ
ചത്തൂലേ? അതെ ഇത് കാണുന്നില്ല. ഇത് മറ്റേ വിട്ടിലല്ലോ കുഞ്ഞാറ്റി. എന്തോ പ്രാണി പറ്റേ മുകളിന്ന് വീണെന്താ നട്ട് തോന്നുന്നേ. അല്ലടാ ചത്തു. ഇത് പാവം. നമുക്കിതിനെ ശരിയാ, എല്ലാത്തിനും ഒരു ഡേ ഉണ്ടല്ലോ. സമയമാകുമ്പോ എല്ലാരും പോകും. ജനതയെ പങ്ക് ഒരു ഗിഫ്റ്റ് നൽകി. തുറക്കരുത് കേട്ടോ, കാരണം ട്രീ വെക്കുമ്പോഴേക്കും എല്ലാം തെറിച്ചു പോവേ. തെറിച്ചു കേട്ടോ. നോക്ക്, ഇതേ സൂത്രമുണ്ട്. ഈ കൊച്ച് എന്താണ് എല്ലാം അലങ്കോലാക്കാൻ വേണ്ടി വന്നേക്കുന്നത്? ഉടായ്പ് പോയോ? കഷ്ടാണ് കൊച്ചിനെ കൊണ്ട് തോന്നുന്നു. ഒരനുസരണയില്ല, ഇല്ല സ്വഭാവമാണ്. നമ്മളെല്ലാം അനിയത്തി. അതെ, നാളം കെടുക്കരുതല്ലേ പ്ലീസ്. ഇവിടെ ചെറുതാന്ന് മോസ്റ്റായി ഇപ്പൊ അങ്ങനെ തെളിയിക്കുന്നുണ്ട്. നമ്മളോ ഏറ്റവും ചെറുത് ഞാനാ. ഇല്ല, ഞങ്ങൾ അങ്ങനെ തെളിയിക്കാറില്ല. എപ്പോഴും ഞങ്ങൾ കുഞ്ഞിൽ തന്നെ, നോട്ട് വലുത്. അയ്യോ, എന്താ നോക്ക്, എന്ത് രസമല്ലേ പോലെ തോന്നുന്നു. ഇതേപോലത്തെ എന്തോ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര തിന്നാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ട്രീ ഒന്ന് വിളിച്ചെടുക്കപ്പെടും. ഇതിന്റെ കൂടെ കൊറേ സൂത്രങ്ങളുണ്ട് അല്ലേ? എനിക്ക് അന്ന് ഇത്രയും തോന്നിയില്ലായിരുന്നു. ഇനിയുണ്ടോ? ഒരു കുഞ്ഞി ട്രീ എവിടെയോ, അത് ഏതായിരുന്നു ചേച്ചി? ഒരു ചെറിയ ട്രീ, കുഞ്ഞി ട്രീ. ചോക്ലേറ്റ് ബോക്സിന് ചെറിയ ട്രീ, അതുകൂടെ എടുക്കുവോ? അത് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, എടുക്കാം. ഇതാണ് നമ്മുടെ ട്രീ എന്ന് പറയുന്നത്. ഒരു ചെയർ, സ്റ്റൂളിലേക്ക് നല്ല ഒരു കാഴ്ച. ഈ ഗിഫ്റ്റ് ഐറ്റംസ് ഇല്ലേ, സൂത്രമുണ്ട്. പിന്നെ എന്താ ഉള്ളത്? നമ്മുടെ ട്രീന്റെ തലയിൽ വെക്കുന്ന സ്റ്റാർ ഉണ്ട്. ഇത് പോയി ഉടായിപ്പോ ടീംസ് ആണ്. നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതുണ്ടല്ലേ, ഇത്രയും സൂത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. ബാക്കി കുറേ സൂത്രങ്ങൾ നമ്മുടെ അടുത്തുണ്ട്, ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതെല്ലാം ഒരു വശത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ട്രീ നമുക്ക് സെറ്റ് ആക്കാൻ നോക്കാം. ലെറ്റ്സ് ഗോ. അതോ ബെസ്റ്റ്. അതെന്തായാലും കോമഡി തൊപ്പിയടിയായി. അതെന്താ പറ്റിയതല്ലേ? ഉടായിപ്പാണല്ലേ? അതെ, ഇതെന്താ ഇത് പപ്പി. ആ, അങ്ങനെ തന്നെ. ഈ മുടിന്റെ ഇവിടെ ആയിട്ട് വെക്കും. തൊപ്പി വെച്ചിട്ട് ഹെയർ ബാൻഡ് കുഴപ്പമില്ല. ഇപ്പൊ അതിനൊരു ഇത് വേണ്ട, പ്രശ്നം വേണം. തൊപ്പി നല്ല ലൂസായിരിക്കും. എനിക്ക് ഇഷ്ടമായി. ചില തൊപ്പി ഭയങ്കര ടൈറ്റ് ആയിട്ട് മനുഷ്യന്റെ തലയോട്ടി തെറിച്ചു. അപ്പൊ നമ്മുടെ ട്രീ ഇതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് 3 ലെഗ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊക്കെ 2 ലെഗുള്ളൂ, പക്ഷെ ഇതിനൊരു 3 ലെഗ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ കാലൊന്ന് ഇട്ട് കൊടുത്തേക്കാവേ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ലെഗ് ഇതിന് ലൂസാന്നൊക്കെ. അപ്പൊ നമുക്കതൊക്കെ അടിച്ച് പോയി ചുറ്റിക എടുത്തോണ്ട് വരാൻ മിക്കവാറും വേണ്ടി വരും. ഓ, പങ്ങ സ്ലൈം കൊണ്ട് വന്നു ഗൈസ്. അതെ, എന്നെ സ്ലൈം തൊട്ടാലില്ലാതെ ഞാൻ ഇടിക്കും. അതിന്റെ കളർ എങ്ങനെയാ മാറിയത്? അതോ കയ്യിലെ ചെളി നോക്കട്ടെ. ചോളി എന്റെ ദൈവമേ, ഗൈസ് ഇപ്പൊ അങ്ങനത്തെ സ്ലൈം ഉണ്ടോ? റെഡ് ആയിരുന്നു ഗൈസ്, പക്ഷെ ഇത് വന്ന് ഇപ്പൊ റോസായി. ഇതിന്റെ കാലൊന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ഇതെന്താ സ്ലൈം? നിക്കടാ, ഞാനൊന്ന് തൊടട്ടെ. അയ്യോ എന്റെ ദൈവമേ, നല്ല രസമുണ്ട് പങ്ങന്റെ ക്ലിപ്പ്. എന്റെ ക്ലിപ്പ് രസം എനിക്കറിയാം. എനിക്കിത് കൊടുക്കണം, എനിക്ക് ഞെക്കണം, എനിക്ക് ഒറ്റണം. അയ്യോ, റെഡിയാക്കട്ടെ ഗൈസ്. അതുള്ളത് നന്നായി. അല്ല, നമ്മളെ അടുത്ത് തീരുമാനം. ഇത് റെഡിയാക്കാൻ വരുന്നില്ല. പൂച്ചട്ടിയിൽ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ഇതിന് കാലൊന്നും വെക്കണ്ട, നമുക്ക് പൂച്ചട്ടിയിൽ നട്ടുവെക്കാം. മണ്ണിലല്ലേ ഉണ്ടാവുന്നത്? ടേബിളേല് വരുന്ന പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പൂച്ചട്ടിയില് നമുക്ക് നമ്മുടെ മരം വെക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് കുറച്ച് കല്ല് വാരിടണോ മണ്ണ് വാരിടണോ? കല്ലിട്ട പോലെ കഴിക്കാൻ പറ്റും അങ്ങനെ? അല്ല, അതെങ്ങനെ കഴിക്കുന്നേ? ഇവിടെ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് മരത്തിന്റെ തണ്ടാണ്, പൊട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് കല്ലെങ്ങാനും കല്ലും മണ്ണും. ഓക്കെ, എന്നാ വേഗം വാരി. ഏത് ചെടിയാടാ കളഞ്ഞ മമ്മന്റെ? ചെറിയൊക്കെ ഇതെല്ലാം കഴിയുമ്പോ
പിള്ളേർ ഒരു കാര്യത്തിന് കൂടുവോ ഇല്ല എന്റെ കൂടി അടുത്ത് പറഞ്ഞു ഇങ്ങോട്ട് പറയും. ഇങ്ങനെയല്ല കേട്ടോ, വേറെ ടോണാണ് ഗൈസ്. കല്ല് വായിച്ചിട്ട് വരാം. ഞാനും ഉണ്ട് അങ്ങനെ നട്ട് വെച്ചാട്ടോ ഗൈസ്. കുഞ്ഞിക്കല്ല് വേണ്ട, കുറച്ച് ആനക്കല്ല് എടുത്തു. ഇവിടെ കല്ല് പ്രദേശമാണ് ഗൈസ്, അതുകൊണ്ട് കല്ലിന് ദാരിദ്ര്യമില്ല. നമ്മുടെ വീട് മുഴുവൻ കല്ലിലാണ്. എല്ലായിടത്തും കല്ലല്ലേ. ഏതോ ഒരു ആനപ്പാറ പൊട്ടിയതാന്ന് തോന്നുന്നു. അത് വരുന്നില്ല. വാവാറ്റ എവിടെ എടുക്കുന്ന പൊട്ടൻ, ഇവിടെ എടുക്കണ മണ്ടൻ. ഈ വാവാറ്റ വേറെ ഊള ക്യാമറ കൂടുവല്ലേ. നമ്മളെല്ലാ ക്യാമറയും പിടിച്ചാൽ ക്യാമറമാൻ ഇല്ലാത്ത കുറ്റവും ഇല്ല. ഞാൻ നിങ്ങളെ എപ്പോഴാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത്? ഇത് എന്നെയൊക്കെ കാണിക്കണം, ഞാനാ ചെയ്തെന്ന് അറിയണ്ടേ. ഇത് വെറുതെ ആരോ ചെയ്യുന്നല്ലേ എല്ലാരും ഓർക്കുള്ളൂ. ഇപ്പൊ അങ്ങനെ മോറം നമ്മുടെ കാൽക്കൊള്ളൂ. നഖം പോവല്ലേ. കുട്ടിമണിന്റെ അവിടേക്ക് ഒരു കട്ട എടുത്താൽ വെച്ചാ പോലെ എന്റെ ഉള്ളില്. എന്തിനാ മരം നടന്നോ? നടന്നോ? സത്യം ആദ്യമായിട്ടായിരിക്കും ഗൈസ് ക്രിസ്മസ് മരം നടുന്നത്. നട്ട് ഞങ്ങൾ ഒരുക്കുന്നു, നട്ടൊരുക്കി. കാലമാടാ. ഒന്നാമത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, വെറൈറ്റി സോക്സ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. കാരണം ഇതിന്റെ കളർ കണ്ടില്ല. പോയില്ല. പിള്ളേര് സോക്സ് ഇട്ടിട്ട് എവിടെയെങ്കിലും അഴിച്ചിടുന്നു, അലക്കാതിരത്തൊന്നും കാണാറില്ല എന്ന് പറയും. അലക്കി കഴിഞ്ഞാലോ? അതെ, അലക്കി ഉണക്കി കഴിയുമ്പോ ഇപ്പം നമ്മൾ വാഷ് ചെയ്താലും അമ്മച്ചിയും മമ്മ വാഷ് ചെയ്താലും ഉണ്ടല്ലോ, നമ്മുടെ ഡ്രസ്സ് അലക്കി കഴിഞ്ഞാൽ ഇവിടെ കാണില്ല. പ്രത്യേകിച്ച് എന്താണെന്നറിയാ കാണാത്തത്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ വേണേ കമന്റ് ചെയ്യും. അതിങ്ങനെ കമന്റ് ചെയ്യൂലേ, നിങ്ങൾ മനസ്സിൽ വെച്ചോ. ആരെങ്കിലും എടുത്തോണ്ട് സംശയം. പൈങ്കിളി നിന്റെ മുറ ഒടിഞ്ഞു പോകൂട്ടോ. സോറി, ചതലത്തില്ലേ. അതെ, ഞങ്ങള് തെപ്പിപ്പോയാലും ചെരുപ്പോട്ടില്ല കേട്ടോ. കുഞ്ഞേറ്റി കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ശരിയാക്കും. കൊച്ചിന്റെ സ്ലൈമാണ് റെഡിയാക്കട്ടെ. ഇങ്ങനെയാക്കി വെക്കല്ലേ, നല്ലത് കഴിച്ചളി. അതിനകത്താണ് എല്ലാം കൂടി ഇങ്ങനെയാക്കും. കൊച്ചു കൊണ്ടല്ല കൊല്ലുവോ ഗൈസ്. എന്റെ കയ്യിലും ശരിയാ അല്ല. ഇങ്ങനെ ഉടായ്പെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇങ്ങനെയാണോ? പറയൂ. കയറുന്നില്ല. എൻ്റെ കൈ നിറച്ച് പൊടിയും മണ്ണുമാണ് ഗൈസ്. ഇത് മരമല്ലേ? മരം മരം റെഡിയായില്ലേ? എനിക്ക് സൈഡ് സീറ്റാണ് ഇഷ്ടം ബസ്സിന്റെ. എന്തിനാ അറിയിക്കുന്നു, എന്തിനു വേണ്ടിട്ട് വാവാച്ചി. ഓക്കെ, നോക്ക് ഗൈസ്. അപ്പൊ നമ്മള് മരം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, മരത്തിന് ചുറ്റും മരം ശരിക്കും നിങ്ങളൊന്ന് കണ്ടോ. നല്ല പച്ച മരമുണ്ട്. ക്രിസ്മസിന് പല ടൈപ്പ് മരങ്ങൾ നട്ടിട്ടുണ്ട്. നല്ല പൈൻ മരത്തിന്റെ കളറ്, വൈറ്റ് തുമ്പത്ത് വരുന്ന കുറെ വെറൈറ്റി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇവിടെ ഈ കല്ല് ഇങ്ങനെ കാണുന്ന ബ്വാറാണ്. അപ്പൊ ബ്വാറ് മാറ്റാൻ വേണ്ടി ഞാൻ ഒരു സൂത്രം എടുത്തിട്ട് ഓടി വരാം. ഗൈസ്, ഇപ്പം നിങ്ങളുടെ ഡെക്കറേഷൻസും അതുപോലെ തന്നെ നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ പരിപാടീസൊന്നും കഴിഞ്ഞിട്ടില്ല. ട്രീയും കൂടെ സെറ്റ് ചെയ്തിട്ട് നമ്മളെല്ലാം വെച്ചിട്ടില്ലേ, ആ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യണം, ഇനി റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പം ട്രീ ഇതാ നമ്മുടെ കുഞ്ഞാറ്റി ഇപ്പം മോസ്റ്റായിട്ട് റെഡിയാക്കും. അപ്പം നമ്മുടെ കുഞ്ഞാറ്റി വന്നു എന്നാണ് കേട്ടോ തോന്നുന്നത്. ഞാൻ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ തെർമാക്കോൾ ഉണ്ടല്ലേ? ഉണ്ട്. നമുക്ക് തെർമാക്കോൾ എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ നിറയ്ക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നിറച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ അങ്ങനെ വെച്ചാൽ ഇരിക്കില്ലല്ലോ അല്ലേ? ഇല്ല, അത് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് സീനാണ്. ഓക്കെ, കണ്ടില്ലേ? തെർമാക്കോൾ ഫില്ല് ചെയ്യണം. പല്ലിന്റെ ഷേപ്പൊക്കെ മാറുന്നുണ്ട്. അതെ, അതിനനുസരിച്ച് പോവും. മരം മുറിക്കുന്ന യന്ത്രാവും, പുല്ല് കളയുന്ന യന്ത്രാവും. പലതും ആവുന്നതാണ്. അതന്നെ.
നമുക്ക് തെർമാക്കോള് എങ്ങനെ നിറയ്ക്കാം? അങ്ങനെ നമുക്ക് നിറയ്ക്കണം. അപ്പൊ നമ്മുടെ മരം എന്താവും ശരിക്കും നമ്മൾ നെറ്റ് വെച്ച പോലെ ഉണ്ടാവും. ഇങ്ങനെ നെറ്റ് വെച്ച പോലെ. ഓ ഏടപ്പോടാ ഈടാ ആടാ ശരി ശരിക്കും പിന്നെ നെറ്റ് വെക്കാം കേട്ടോ. ഗായ്സ്, അപ്പൊ നിങ്ങള് കേക്കൊക്കെ വാങ്ങിയോ? അതന്നെ കേക്കൊക്കെ എല്ലാരും പ്ലം ആണോ വാങ്ങിയത്? ക്രീം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ശരിക്കും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രീം കേക്ക് അല്ല ഓർക്കുന്നത്, പ്ലം ആണ്. ബർത്ത്ഡേക്ക് ആഗ്രഹമുണ്ട്, അതാണ് ഒരു പ്രശ്നം. പക്ഷേ അതും അമ്മ പറയുന്നത് ന്യൂ ഇയറിലേക്ക് വാങ്ങാം എന്നൊക്കെ. അതന്നെ, അപ്പൊ നമ്മള് ന്യൂ ഇയറിലേക്ക് ആയിരിക്കും മിക്കവാറും ക്രീം വാങ്ങാം. അതെ, ശരിയാ. ക്രീം കേക്ക്. ന്യൂ ഇയർ 2026 ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഏറ്റവും നല്ല വർഷമായിരിക്കട്ടെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതെ, എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ, ചീത്ത കാര്യങ്ങൾ ഒന്നും തന്നെ സംഭവിക്കാതിരിക്കട്ടെ. എന്താ പറയാ, ചീത്ത ആർക്കും ഇഷ്ടമല്ല പൊതുവെ ലൈഫില്. ഗുഡും ബാഡും ഉണ്ടെങ്കിലാണ് ലൈഫ് സ്റ്റേബിൾ ആയി പോവുള്ളൂ. എങ്കിലും നമുക്ക് എപ്പോഴും സന്തോഷം, എപ്പോഴും സങ്കടം എക്സിസ്റ്റ് ചെയ്യൂല. സത്യം. അതുപോലെ നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പം നമ്മളെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നത്. വന്നോണ്ടിരിക്കുമല്ലോ, അതിന്റെ ഒരു ഇതാണത്. അതന്നെ, നമ്മളെന്താക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെല്ലാം ഫേസ് ചെയ്യാം. അതൊരു രക്ഷയുള്ളൂ. എല്ലാം നമ്മള് ഫേസ് ചെയ്യാം. അതാണല്ലോ ലൈഫ് എന്ന് പറയുന്നത് തന്നെ. ഒരുപാട് വേദനയും വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം കൂടി കലർന്ന രസം പോലെയാണ് എന്ത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. കറക്റ്റ്. എരിവും പുളിയും പാകമായാലാണ് രസമാവുള്ളൂ. അതുപോലെയാണ് ഗൈസ്. അപ്പം മാക്സിമം നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതെ, അതിന് ഞങ്ങൾ മോസ്റ്റ് ആയിട്ടും പ്രാർത്ഥിക്കും. കാരണം വിഷമങ്ങൾ അധികം വരണ്ട, അതാണ് ഏറ്റവും നല്ലത്. വന്നോട്ടെ, അതന്നെ, നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഉള്ളതാണ്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്ത വിഷമം. അത് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വരാം. അതന്നെ, കണ്ടിന്യൂസ്ലി അത് തന്നെ തുടർന്നോണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഒന്നും ഉണ്ടാവില്ല. വിഷമം പോട്ടെ, വിഷമം വേറെ വഴി. ഏറ്റവും കൂടുതൽ എന്താണെന്നറിയോ, നമുക്ക് ഒരു അസുഖങ്ങളും ഇല്ലാതിരിക്കുന്നതാണ് ഗൈസ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും ആരോഗ്യമായിട്ടിരിക്കുന്നതാണ്. ആരോഗ്യം നമുക്ക് എന്ത് എഴുന്നേറ്റ് നിൽക്കാലോ. അതെ, ആരോഗ്യം ഇല്ലാതെ നമുക്ക് ഒരു കാര്യം നമുക്ക് എന്താണെന്നറിയുക ചെയ്യാൻ കഴിയില്ല. അതിപ്പോ നമുക്ക് മാത്രല്ല ഞെട്ടി, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ആയിക്കോട്ടെ, മൃഗങ്ങൾക്കായാലേ, നമ്മുടെ ഫാമിലിക്കായാലേ, നമ്മക്കായാലേ. അതന്നെ, എന്തിനെങ്കിലും ഒരു ചെറുത് വന്നാൽ മതി. എവിടെയെങ്കിലും ഒക്കെ എടുത്തു വെക്കും, എന്നിട്ട് ഇങ്ങനെ പറയും എന്റെ സ്ലൈം തൊഴാൻ വരണ്ട ആരും. എന്റെ സ്ലൈം ഞാൻ വെക്കും. ആരാടാ തൊട്ടത്? എന്റെ സ്ലൈം എന്നെ അടിക്കുന്നതിന് റെഡ് ആയിരുന്നു കൈസ്, റോസ് ആയി. നാളെ ബ്ലാക്ക് ആവുന്ന കാണിച്ചുതരാം. അപ്പൊ ശരിക്കും അയ്യോ ആരാണുള്ളത്? ഒരു അസുഖമോ? എനിക്കിപ്പോ അങ്ങനെ കാണുമ്പോ ഒക്കോലയിലെല്ലാം എല്ലാരും അടിക്കുന്നില്ലേ, അതിനെ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ കണ്ണെല്ലാം കൂടെ കണ്ടിട്ട് വേണ്ടേ, ആർക്കാ വേണ്ടെന്ന് അറിഞ്ഞില്ല. എന്റെ മൂക്കുത്തി ഉണ്ടായിരുന്നോ ഗൈസ്? നിങ്ങളിത് കണ്ടോ? ഇവിടെ ഒന്ന് വലുത്, രണ്ടെണ്ണം ഒരുപോലെ ഡിസൈൻ ആണ്. കളർ വേറെ വേറെയാണ്. അതെ, ഒന്ന് ബ്ലാക്ക്. എനിക്കറിയാം. ഇതെന്താ ചെയ്യുന്നത്? എനിക്ക് ഗിഫ്റ്റ് തരുമോ? ക്രിസ്മസ് ഗിഫ്റ്റ്. ആരും ക്രിസ്മസ് ഗിഫ്റ്റ് എനിക്കൊരു വലുത് ഒരു ആനയെ തിന്നാൻ തന്നാ മതി. അപ്പൊ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നവരെ ശ്രദ്ധിക്ക്. അപ്പൊ അങ്ങനെ ഈ സൊമാറ്റോന്ന് സ്വിഗ്ഗിന്ന് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്ത് ചെറുതൊന്നും ഓർഡർ ചെയ്യില്ലേ, എനിക്ക് വലുത് തിന്നാൻ വേണം. പിസ്സയോ ബർഗറോ ബിരിയാണിയോ മന്തിയൊക്കെ മതിയെന്നല്ലേ? ചമ്മന്തിയാക്കും. നല്ല രസമുണ്ട്, നല്ല രസമായിരുന്നു. നമുക്ക് കുറച്ചാളും കൂടി ഫില്ല് ചെയ്യണേ, വേഗം ഫില്ലാക്കിട്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ മോസ്റ്റ് ഐഡിയ പ്രയോഗിക്കാൻ പോകുന്നത്. അയ്യോ അങ്ങനെ വരച്ചില്ലേ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്ക്, വാ കാണിച്ചു തരുന്ന സംഭവം ഇഷ്ടപ്പെടുന്നില്ല. നോക്ക്, നമ്മള് മണിയാ റെയിൻഡിയറിനെ പോലെ തലമണിയോ. അത് ബാക്കിലേക്ക് വെച്ച് കളഞ്ഞതെന്താ? ഞാൻ റെയിൻഡിയർ പോയി. ഗൈസ്, ഇതുണ്ടോ നമ്മൾ അടുത്ത ഐഡിയ ആണ് പ്രയോഗിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് കുഞ്ഞ് സെലോ ടേപ്പ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കുന്നറിയോ,
ചെറുത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. തെർമോക്കോൾ ഒട്ടിച്ച് ഇല്ല, കയത്ത് തൊട്ടിട്ടില്ല, കണ്ടുപോലുമില്ല നമ്മള് സെലോ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ച നമ്മൾ വെച്ച് തെർമോക്കോളിൽ കൂടി മുഴുവനും കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് പോവാട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കാറ്റ് വരുമ്പോഴേക്കും അല്ലെ ആരെല്ലാം തട്ടുമ്പോഴേക്കും തെറിച്ചു പോകും. അപ്പൊ നമ്മുടെ ഐഡിയ എല്ലാരും ഒന്ന് ശരിക്കും എനിക്ക് ദേഷ്യം തോന്നുന്നു. കാണിച്ചു കൊടുത്തു. ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ വിടവുകളൊക്കെ കാണുന്നുണ്ട്. വിടവിന്റെ ഉള്ളിൽ കൂടിയൊക്കെ നമുക്കിങ്ങനെ ശരിക്കും പൊടിച്ചിട്ടിട്ട് അപ്പൊ കുഞ്ഞാറ്റി അപ്പം പൊടിച്ചിട്ടിടണല്ലോ. വേണ്ടല്ലേ, ഭയങ്കര റിസ്ക് ആണ് ഇത് പൊടിക്കുന്നത്. കൈ വേദനിക്കുന്നുണ്ട്. എന്റെ മുഖത്ത് നോക്ക് കുഞ്ഞാറ്റി, തണുപ്പില്ലേ, നല്ല തണുപ്പില്ലേ? എനിക്കിഷ്ടമില്ല. ആണല്ലോ അല്ലേ, ഒരു സ്മെല്ലുണ്ടായി. അതിന്റെ സ്മെല്ല് വേണം, അതിന്റെ സ്മെല്ലായിരിക്കും ഇഷ്ടം. അത് കുറെ നാൾ എക്സിസ്റ്റ് ചെയ്യുന്നതാണെ കുഴപ്പമില്ല. ഇത് 2 ദിവസം കയ്യില് പിടിച്ച് 3-ാം ദിവസം ആകുമ്പോ മുറിഞ്ഞുറിഞ്ഞു പോകും. വെള്ളമായി പോകുന്നതാ. അയ്യോ ചേരുട്ടി, ഇത് മുഴുവനും ചുട്ടിക്ക് എന്താ? ചുട്ടി അവിടെ കിടന്ന് ഇറങ്ങുന്നു. കളിക്കാൻ വന്നെയാണോ? ഏതോ ഡാൻസിന്റെ സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊടിച്ച് പോവാട്ടോ. അപ്പൊ നമ്മളിത് നോക്കി നമ്മുടെ പൂച്ചട്ടി നല്ല രസാക്കി തീർട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഐഡിയ പ്രയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നല്ല സൂപ്പർ ഡ്യൂപ്പർ കുപ്പി മറിച്ചിട്ട് ക്രിസ്മസിന് തന്നെ ഞാനിവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രീ ഇതാണോ, ട്രീ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ട്രീന്റെ കൈയൊക്കെ നമുക്ക് ഇങ്ങനെ വിരിക്കാം അല്ലേ പങ്ക? എന്നാലാണ് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് അപ്പൊ അത് കറക്റ്റ് ലെവലില് വിരിക്കണ്ടേ? ആ ശരി, അങ്ങനെ കറക്റ്റ് ലെവലിലാണ്. എനിക്ക് ലെവൽ അറിയാം. ഓ ശരി, നമുക്ക് തല അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മോശമായിട്ട് അയ്യോ ഓറിയോ പിടിച്ച എട്ടുകാലിയാണ് കഴി. ഒരു ക്യാറ്റും കഴിക്കാത്ത എട്ടുകാലിനെയാണ് ഓറിയോ കഴിക്കുക. ഇത് കണ്ടില്ലേ, നിങ്ങൾ ഇങ്ങനത്തെ 8 കണ്ടിട്ടുണ്ടോ? പാവ 8 കേട്ടോ. നമ്മുടെ സ്പൈഡീനെയാണ് നമ്മുടെ ഒന്നിയോ പിരിച്ചേക്കുന്നത്. അധികം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ കാലിലിരിക്കും. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതുകൊണ്ട് അങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കിയത് ശരിയല്ല. ഇനിയിപ്പോ ഉണ്ടാക്കിയവർക്കാണോ? ഉണ്ടാക്കിയവർക്ക് ഇരുന്ന് ഇവിടെ 3 വന്ന് ഇവിടെ ഒരെണ്ണം ഇല്ല. അത് ഉഡായിപ്പിന്റെ അതിങ്ങോട്ട് നീക്കി. ക്യാമറാമാൻ ഉള്ളതാണ്. ക്യാമറമാനും ഉള്ളതല്ല, നീ ഉള്ള അല്ലേ? അടുത്ത കുത്തും, ഞാൻ കുത്തും. ഇതെന്താ ലെവലാക്കാതെ ചെയ്യുന്നേ? ലെവലാണല്ലോ. ഞാൻ കുത്തുവേ ലെവൽ ഇതെന്താ ഒരേപോലെ ഇല്ല കുഞ്ഞേറ്റി? എന്താ ഒരേപോലെ ഇല്ലാത്ത? ഇവിടെ പൊങ്ങി ഇവിടെ താന്ന് താത്ത്. അത് ഓരോ സാധനം ഇടുമ്പോ തന്നെ താങ്ങും. താഴേക്ക് താത്തി വെക്കണം അല്ലേ? ഇതിപ്പോ അങ്ങനെ ഒരു മിനിറ്റ്. അതിന് മോള് ഞാൻ വൃത്തിയായിട്ട് ചെയ്യേ ഗൈസ്. എടാ നിങ്ങൾ എന്തൊക്കെയാടാ കാണിക്കുന്നേ? എനിക്കിങ്ങനെ പ്രാന്ത് തരല്ലേ? എല്ലാം ഞാനാണ് കോർഡിനേറ്റ് ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നെ തന്നെ പ്രാന്ത് പിടിപ്പിക്കാന്ന് പറഞ്ഞ കഷ്ടമുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഈ ഞാൻ ആരാണോ? കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാട്ടി, ലയാന തമ്പുരാട്ടി. അതെ. ഇത് ഗൈസ് സ്റ്റാർ കുത്തുക. സ്റ്റാർ കുത്തുമ്പോ എന്നറിയോ, ഇങ്ങനെ അതിനാണ് ഇങ്ങനെ ചെയ്തത്. ആ ശരി ശരി വെക്കോ. ഇത്രേ ഉള്ളൂ. വലിയ ക്രിസ്മസ് 5 feet ഉണ്ട് ഗൈസ്. 5 feet ഇല്ല, 5 feet ഉണ്ട്. 5 feet ഉണ്ട്. അതെന്താ എനിക്ക് ഇതിന്റെ ഒപ്പം പറഞ്ഞു തരുന്നു. ഈ നൂല് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ പെർഫെക്റ്റ് ആക്കിയിട്ടൊന്ന് സെല്ലോ ഒട്ടിക്കാട്ടോ. എന്തോ തൂക്കിപ്പോയാലോ? തൂക്കി പോണ്ട. അതില് മുഴുവൻ ചുറ്റിക്കാൻ മതി. ചിലപ്പോ അത് തിരിഞ്ഞു മറിഞ്ഞു വരും. അങ്ങനെയല്ലേ? അപ്പൊ നമ്മളെല്ലാം ഒരു ഇപ്പൊ നമ്മൾ പുതിയൊരു ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാല് നമ്മളൊന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നൂലൊക്കെ ചിലപ്പോ വിട്ടിങ്ങ് വരും. നമ്മൾ എവിടെയെങ്കിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കും. അതെ, പണി തന്നെ. നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതാണ് പറയുന്നത്. അപ്പൊ സ്റ്റിച്ചിങ് മെഷീൻ വീട്ടിലില്ലാത്തവർക്ക് അവസ്ഥയായിരിക്കും. നല്ല ക്ലോത്ത് ഒക്കെ ആയിരിക്കും, പക്ഷെ ചില സമയത്ത് ചിലത് അതന്നെ. അതാ തിരിഞ്ഞു പോയോ? എന്താ പറ്റിയത്? അത് തിരിഞ്ഞു പോയി. ഓക്കെ,
പെർഫെക്റ്റ് ആക്കണോ? റെഡി അല്ലേ? സെറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ട്രീന്റെ കൈയും കാലൊക്കെ നമുക്ക് ഇങ്ങനെ പിടിച്ച് താത്തണം. കണ്ടോ, ഇതേപോലെ നമുക്ക് കൈയും കാലൊക്കെ നമുക്ക് ഇങ്ങനെ താഴ്ത്തിക്ക് കൊണ്ടുവരണം. പറ്റി വാ, ചെയ്യുന്നുണ്ടോ? ഇനി അടിയാണോ? ഓക്കെ, അത് പിടിച്ചോ, ക്യാമറ അവിടെ പിടിച്ചോട്ടോ. ഉണ്ടോ പൈങ്കി ചെയ്യുന്നേ? പൈങ്കി എനിക്കറിയാം. ഓ ശരി, അതൊരേ ലെവലല്ല. അതാണ് പങ്ങൻ ചെയ്താലുള്ള കുഴപ്പം. അപ്പൊ അങ്ങനെ കുഴപ്പമില്ലടാ. എന്താന്നറിയോ, ഉണ്ടാക്കിയതിന്റെ കുഴപ്പമാണത്. മൂക്കി പിടിച്ചോ, ഞാൻ പിടിച്ചോ. വളച്ചു വെക്കുന്നേറ്റി. അയ്യേ, പൈൻ മരങ്ങൾ ഒരിക്കലും വളഞ്ഞിരിക്കില്ലടാ. പിന്നെ അതൊക്കെ എന്റെ ക്രിയേറ്റിവിറ്റിയിലുള്ള മനസ്സിലായോ? ഇത് നേരെ ഇരിക്കാൻ പാടുള്ളൂ. ഇത് കൊറേ ചില്ലകളുണ്ട് കേട്ടോ. കൊറേ ചില്ലകളുണ്ട്. നമുക്ക് ഈ കൊറേ ചില്ലകളൊക്കെ നമുക്ക് ഇങ്ങനെ നേരെ വെക്കണേ, നല്ല നേരെ നിവർന്ന് നേരെ റെഡി സ്റ്റഡി ആയിരിക്കണം. സ്റ്റഡി സ്റ്റഡി. സ്റ്റൂളിൽ കയറി ചെയ്യേണ്ട ഒരു ചെയ്തോ? ചെയ്തോ? വല്ലതും ചെയ്തോ? അറിയാം, ആദ്യത്തെ ചെയ്ത് കാണും. ഞാടിയായിരിക്കും പറയാൻ ഇപ്പൊ ഞാൻ ഉരുണ്ട് പറഞ്ഞു വീഴുവോ? അത് പറയില്ല. അയ്യോ ക്രിസ്മസ് വീഴ്ച അല്ലേ? അതെ, ഇടയ്ക്കൊക്കെ ഒന്ന് വീഴണ്ടേ അല്ലേ? അതെ. ഇതെന്താ ഇങ്ങനെ? അത് ലാസ്റ്റ് ലുക്ക് നമ്മൾ അത് ഞാൻ ഇതാക്കിയതാ. ഇത് 5 feet ഉള്ളതുകൊണ്ട് നിലത്ത് വെച്ചതാ ബോളായിരിക്കില്ലേ? അതെ, ടേബിൾ വെച്ചതല്ലേ? ഗായസിനൊക്കെ കാണാം. ഗായസിനോട് നമുക്ക് എന്തെങ്കിലും കുസൃതി ചോദ്യം എന്തെങ്കിലും ചോദിക്കണം. ഞാൻ പറയാം. നമ്മുടെ സെന്റ് ജോസഫിലുള്ളത് പൈനാണോ? പൈനല്ലോ അല്ലേ? ഇതുപോലെ തന്നെയുള്ളൊരു ട്രീ ഇല്ലേ? എന്ത് രസമാണെന്നറിയോ? എനിക്ക് ആ ഓർമ്മകൾ ഇങ്ങനെ വരും. സെന്റ് ജോസഫിലെ ഗ്രൗണ്ടിന് ചുറ്റും ആ മരങ്ങള്. അതെ, ആ മരത്തിലൊക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി, നല്ല രസമാണ് ഗൈസ്. അടിപൊളി. എനിക്ക് ഓടിപ്പോകാൻ തോന്നുന്നു അങ്ങോട്ട്. സെന്റ് ജോസഫ് സ്കൂൾ ഉണ്ട്, അവിടേക്ക് ഒന്ന് ചെന്ന് നോക്കാട്ടോ. യാ, നമ്മുടെ സ്കൂളാണ് ഗൈസ്. ഒരുപാട് പന്ന ഓർമ്മയും നല്ല ഓർമ്മയും തരുന്ന സ്കൂൾ. യെസ്, മിക്സഡ്. വാവ്. അല്ല അത് അതങ്ങനെ തിരിക്കുമ്പോ ആവൂല്ലോ അല്ലേ? ഇങ്ങനെ കൂടായ്പകള് എനിക്കറിയില്ല. ഇതിന്റെ ലാസ്റ്റ് ട്രീ ഉണ്ടാവൂടാ? എന്തോ ആകെ കാണിച്ചിട്ട് പോയി. എന്താണ്? ഇത് ചില പിള്ളേരുടെ ഒക്കെ സ്വഭാവമാണ് കേട്ടോ. പകുതി ചെയ്തിട്ട് അങ്ങ് പോകും. എനിക്ക് ഇഷ്ടമാകാത്തൊരു പരിപാടി അത്. എന്ത് കാര്യം ചെയ്താലും അത് പകുതിക്ക് വെച്ച് ചെയ്തിട്ട് അവരെ വഴിക്കാൻ ഇറങ്ങിപ്പോകും. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം അത്. പകുതിക്ക് ചെയ്തിട്ട് ഓരോ കാര്യം കാണിക്കുന്നത്. കുറച്ചടി വാങ്ങും എന്റെ അടുത്ത് കേട്ടോ. കഴിഞ്ഞോ? വീട് കുഞ്ഞാച്ചി ഇതെന്റെ തലയിൽ വെക്കണം. ക്രിസ്മസ് ട്രീ. അമ്മും കൂടെ മറന്നുപോയി സ്ലൈമിന്റെ കാര്യം. എന്റെ അടുത്താ കളി. അതെന്റെ അടുത്തേ കളി പഠിപ്പിച്ചു. മരത്തിന് ഇങ്ങനെ ചെരിവ്. ഞാനും അതാ ഓർക്കുന്നത്. ഈ മരം ഇങ്ങനെ കുമ്പിടുന്ന സാമിയാ നിക്കുന്നേ. അത് വെച്ചതിന്റെ കുഴപ്പമാണോടാ പൂച്ചട്ടിയില്? അത് പൊട്ടാൻ അറിയില്ല. പൂച്ചട്ടി നല്ല സ്ട്രോങ് ആണ്. അല്ല, പൂച്ചട്ടിയുടെ പൊസിഷൻ ഇവിടെ വെക്കുന്നതിന്റെ കുഴപ്പമാണ്. പൊസിഷൻ തെറ്റൊന്നും അല്ല. നട്ടല് ശരിയല്ല. കണ്ണു ശരിയാക്കി വാഴപ്പിണ്ടിയാണെന്ന് തോന്നുന്നു നട്ടലിന് പകരം ട്രീന്റെ. എന്തൊക്കെയോ പറയുന്നുണ്ടേ. അതെ, ഇതിന്റെ നട്ടല് ശരിയല്ല. അപ്പൊ നമ്മുടെ ട്രീ നമ്മൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ബാബാറ്റാ? യെസ് ഗൈസ്. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ഡെക്കറേഷൻ ഉള്ള സൂത്രങ്ങളൊക്കെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇവരെല്ലാവരും നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഈ മോസ്റ്റ് ട്രീയിൽ നമുക്ക് എന്ത് ചെയ്യണം? സെറ്റ് ആക്കണം അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിങ്ങനെ ഓരോരുത്തരായിട്ട് നമുക്ക് ഹാങ് ചെയ്യണം. അപ്പൊ സ്നോമാനൊക്കെ ഇത് ഇളിഞ്ഞോണ്ടിരിപ്പുണ്ട്. നമുക്ക് സ്നോമാനെ കാല് ശരിയാക്കുന്നില്ല, അങ്ങനെ സ്റ്റഡി ആക്കി വെക്കുന്നില്ല. സ്റ്റഡി ആക്കണ്ട, സ്റ്റഡി ആക്കിയ ബോറ. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം, എഴുന്നേറ്റ് നിൽക്കാതിരിക്കണം, അങ്ങനെയൊക്കെ വേണം. മരം പല രീതിയിൽ കേട്ടോ. പൈൻ ട്രീസ് എന്ന് പറയുമ്പോ കറക്റ്റ് നേരെ ഇത് വളയുന്ന വന്ന. ഇതൊക്കെ വാവ്, സ്നോമാൻ കണ്ടോ ചൂച്ചോണ്ട് നിൽപ്പുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ മഞ്ഞ് വേണം. ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യാം?
ഇവിടെ അവിടെ നമുക്ക് എല്ലായിടത്തും നമ്മള് ഇവരെ പ്ലേസ് ചെയ്യണം, മനസ്സിലായില്ലേ? ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു മോസ്റ്റ് പണിയാണ്. നമ്മൾക്ക് വെരി സിമ്പിൾ ആണ്, ബട്ട് വെരി ഡിഫിക്കൽട്ട് ആണ്. സ്റ്റാർ മുകളില് ലാസ്റ്റാ വെക്കുന്നത്. സ്റ്റാർ നമുക്ക് ലാസ്റ്റ് വെക്കാം. നമുക്ക് ഇവിടെയൊക്കെ സ്നോമാൻ നമുക്ക് എല്ലാം നമുക്ക് ഈ ട്രീന് മുഴുവൻ നമുക്ക് റൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡെക്കറേറ്റ് ചെയ്യണ്ടേ? ഒരു വശത്ത് മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ബോർ. ഏതെങ്കിലുമൊക്കെ എടുക്കും ഞാറ്റി, സ്നോമാനെ മാത്രമല്ലാതെ. അതെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്നോമാൻ നമ്മളിങ്ങനെ ചെയ്തു എങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്യാം, ഇവരൊക്കെ നമുക്ക് സ്നോമാൻ ഇനി അറിഞ്ഞല്ലേ, സ്നോമാൻ ഇനി ഓർമ്മയുള്ളൂ. അങ്ങനെ പൊട്ടിച്ചിടാം. നമുക്ക് ഫ്രണ്ട് വ്യൂ അല്ലേ ശരിക്കും കിട്ടുക. നമുക്ക് അത്യാവശ്യം നമുക്ക് ഫ്രണ്ടിലേക്കുള്ള വ്യൂ കറക്റ്റ് ആയിട്ട് വേണം. ഫാന്റാജി നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അയ്യോ തണുക്കുന്ന നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. എനിക്ക് മൂക്കായി തണുക്കുക. നോക്ക്, നല്ല ഇപ്പൊ സെറ്റ് ഇടാൻ പറഞ്ഞാരാ ഇത് ആ കില്ലർ സ്ലൈം എടുത്തിട്ട് നീ പങ്ക പോകുന്നുണ്ടോ? പങ്ക എനിക്ക് എന്റെ സ്മെൽ ഇഷ്ടമില്ല. ഇതൊക്കെ ഒരു തൊട്ട് തൊടിയിച്ചാണ് വെച്ചേക്കുന്നത്. അയ്യോ തിന്നാൻ പറ്റില്ലെന്ന്. കളയല്ലേ, നശിപ്പിക്കരുത് കേട്ടോ. ആരെങ്കിലും തരുവോ? പിള്ളേരുണ്ട്, തൊട്ട് കഴിഞ്ഞാ പിന്നെ നോക്കണ്ട. എന്നെയാണോ കാല പറഞ്ഞേ? ആ നിന്നെ തന്നെ പറഞ്ഞേ. ഞാനെന്താ ചെയ്തു ചേച്ചി? ഞാനെന്ത് ചെയ്തു? ഞാൻ തൊട്ടതാണോ പ്രശ്നമായത്? പ്രശ്നമായത് ഞാൻ പൊട്ടിച്ചു. മേരി ക്രിസ്മസ്. എടുത്തെടുത്തോ, എടുക്കെടുക്ക് ഭയങ്കര പൊട്ടിച്ചതിന്റെ അടുത്ത് പൈങ്കിളിന്ന് അടി വാങ്ങും ഭയങ്കര കേട്ടോ. പൈങ്കിളി എടുക്കത് കണ്ടോ? അതവിടെ വീണ് പൊട്ടി. പൊട്ടാനെന്താ അത് ചില്ലാണോ? എന്നാ പൊട്ടനാ കാര്യമില്ല കേട്ടോ. എനിക്ക് തൂക്കൂടും, ഞാൻ തൂക്കൂടും. എനിക്ക് ഫോക്കസിൽ കാണിക്കട്ടെ. ഇങ്ങനെ കൊറേ എന്ത് രസം, നല്ല രസമല്ലേ ഇതിങ്ങനെ കൊറേ കാണുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം പങ്കം വിചാരിച്ച് വലിയ എളുപ്പാന്നൊക്കെ ഓർത്ത് ചിലരൊക്കെ എടുത്തോണ്ട് പോയതാണ്. സ്നോ ബോൾസ് അല്ല, അതോടെ പോയാലും ഈ ട്രീന്റെ ഉള്ളിലായിരുന്നല്ലോ വരുന്നത്. ഞാൻ പോയി തപ്പിട്ട് വരാം. ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ ചേച്ചി? ഇതിന്റെ ഉള്ളിലുണ്ടോന്ന് നോക്കട്ടെ. ഇല്ല ഗൈസ്, ഇതിന്റെ ഉള്ളിലില്ല ഗൈസ്. അത് പിന്നെ എവിടെ പോയി? വാ, മോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളത് വേഗം തപ്പിയിട്ട് വരാട്ടോ. ഇത് ഒളിച്ചിരുന്നതാണ് കേട്ടോ. നോക്ക് എന്ത് രസം, ക്രിയേറ്റിവിറ്റി രസാന്നറിയാം, പറയേണ്ട ആവശ്യമില്ല. ചാടി. നിങ്ങൾ ഈ വൈറ്റ് തന്നെ മിക്സ് ചെയ്യാതെ. അയ്യേ, ഇതെന്താ പങ്കറിയത്തില്ലേ? ഒന്നും അറിയാതെ വെറുതെ ബ്ലൂ തന്നെ എടുക്കുന്നത്, ഞാൻ എടുക്കുന്നത് തന്നെ ഒരേപോലത്തെ എടുക്കുന്നത്. അവിടെ ഗ്രീൻ അവിടെ റെഡ് റോസ് എടുക്കും ഞാൻ. അവിടെ ഇവിടെ ഇടാല്ലേ? ഇവിടെ റോസ് പ്ലേസ് ചെയ്യും. അറിയത്തില്ല അല്ലേ? അതെ, ഗായ്സ് നമ്മുടെ നടവേലില് പള്ളിപ്പെരുന്നാളാണ് ഗായ്സ്. ഡിസംബർ 25 ആണോ? ഇപ്പോഴാണോ തുടങ്ങുന്നത്? അതിന്റെ ഇത് കണ്ടായിരുന്നു നോട്ടീസ്. സ്റ്റാർട്ട് ചെയ്തോന്ന് അറിയില്ല കേട്ടോ. ഞാൻ സാന്റാനെ ഇട്ടെടുത്തേ. സാന്റാ അമ്മ എനിക്ക് പൊട്ടണം കുഞ്ഞാച്ചി, എന്താ വഴി? ഒരു കോഴി നമ്മുടെ ട്രീ നല്ല ഭംഗിയായി വരുന്നുണ്ട് കേട്ടോ. ഭംഗിയാ ലൂസായിട്ട് വരുന്നു. മുകളിലേക്കും കൂടെ മിഠായി നമ്മളെങ്ങനെ തൂക്കുവറ്റേ? അത് ഇതെന്തിനകത്ത് എന്താ തൂക്കാനൊന്നും ഇല്ലാതെ? അയ്യ, അങ്ങനെയല്ല, അറിയത്തില്ല നിങ്ങൾക്ക്? ഇല്ല, ഇതിങ്ങനെ വെക്കും. എടാ പോടാ, ബുദ്ധിമാൻ പങ്കൻ. അയ്യോ, ഈ ബുദ്ധിയൊക്കെ ഞെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഉപകാരം ഉണ്ടായിരുന്നു. ഞെക്കും. അതെ, കൊച്ചിന് ശരിയില്ല. എന്താ പറഞ്ഞേ? കേട്ടില്ല. വലിയ പറയണ്ടോ ഞാന്. രസല്ലേ? അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മിഠായി നല്ല രസമുണ്ട്. അതെന്താ എനിക്കറിയാം, കാരണം സാന്റ എനിക്ക് മിഠായി വാങ്ങി തന്നിട്ടുണ്ട്. അത് അവിടെയൊക്കെ റോസ് തന്നെ ആയിപ്പോയത്. ഞാൻ പറഞ്ഞോണ്ടൊക്കെ ഒന്ന് കൂട് പൊട്ടനാ. ഒരേ സ്ഥലത്ത് ഒരേ ആ മുകളിലേക്ക് വെക്ക്. ഇങ്ങനെ രസമുണ്ട്. ആരാടാ
അങ്ങനെ മുകളിലേക്ക് വെക്കത് കുഞ്ഞേറ്റി. ആരോ വേണ്ട അവിടെ ഇരുന്നോട്ടെ. ഷോ ഇനി പിന്നെ മാറ്റുന്നില്ല. മാറി നിൽക്കും. ഇത് പണിയാട്ടോ ഗിഫ്റ്റ് ബോക്സ് സിമ്പിൾ ആണ്. ഞാൻ തൂക്കിയതാണല്ലോ ഗിഫ്റ്റ്. ഇതെന്താ കെട്ടേണ്ടി വരുള്ളത്? മഞ്ഞ ഗിഫ്റ്റ് ബോക്സ് കെട്ടേണ്ടി വരുമോ? ഇല്ല, ഗിഫ്റ്റ് ബോക്സിന്റെ ഉള്ളിൽ കൂടി ഇട്ടാ പോരെ. ഒന്നും അറിയില്ല, എളിഞ്ഞോടോ നിപ്പാണ്. ഞാൻ നിങ്ങൾ ചെയ്യുന്നൊന്നും എടുക്കുന്നില്ലെന്നാ തോന്നുന്നു. ക്യാമറമാൻ ഞാൻ പറഞ്ഞില്ല. ഇതിവിടെ പ്ലേസ് ചെയ്യുന്നിട്ട് ഇത് ഈ ബോള് അവിടെ വെക്കാനാ? അവിടെ വെച്ച് നല്ല രസം. ഇതെന്താ ചെറുതിന്റെ കൂടെ ഇല്ല മാറ് ക്യാമറ ഇപ്പൊ പോയേനെ. ശരിക്കും ചെവിയില്ലേ? സത്യടാ നല്ല കാര്യമില്ല. നമുക്ക് കാര്യം അത് എന്ത് വല്ലതും പറയാലോ. ഡോക്ടർ അല്ലേ? അതെ ടർട്ടർ. ഡോക്ടർ പറഞ്ഞ ഗൈസ് പങ്ങം പൊട്ടനാ. കൊച്ചിൽ കയറിയിട്ടല്ലേ? പായലല്ലേ? ഡബിൾ ബോളോ? രണ്ടെണ്ണം കിട്ടി. ഇതാണ് ഞാൻ തേടിക്കൊണ്ടിരുന്ന ആ ഡബിൾ ബോൾ അല്ലേ? രണ്ടുണ്ട. അമ്മ ഇത് എന്ത് ചെയ്യുമ്പോ പറ്റി? രണ്ടുണ്ടയാണ് മുറിച്ചെടുത്ത് ഒരുണ്ടയാക്കി. ഇവിടെയും കൂടെ എന്തെങ്കിലുമൊക്കെ വേണ്ടെന്നല്ല, ഇവിടെയും കൂടെ തൂക്കാൻ പറ്റുള്ളൂ. എന്നാ വിഡ്ഢികളാ അല്ലേ? ഇനിയിപ്പൊ എന്ത് ചെയ്യണം? ട്രീ പിടിച്ച് ഇങ്ങനെ ആക്കണോ? അങ്ങനെ കുറച്ച് താത്തിക്കോ. താഴെയും കൂടി വേണ്ടേ? ശരി. അത് തന്നെ ഇത് തന്നെ ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോ അതിന്റെ താഴ്ഭാഗം മുതൽ ഇത് അര തൊട്ടാണ് ട്രീ തുടങ്ങുന്നത്. അത് തന്നെ. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? പൊട്ടന്മാരാവാതെ ബുദ്ധിമാന്മാരായിട്ട് ഇങ്ങനെ ചെയ്യാം. കണ്ടോ കൈ വെച്ചപ്പോ നശിപ്പിക്കലാ മങ്ക. എന്റെ ദൈവമേ എന്താലേ? അതെ 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 കഴിവാ. ഇഷ്ടപ്പെടുന്നില്ല. കഴിവാ അതെനിക്കറിയാം. Just circle through here. Okay. Just we want to decorate from this area. കാരണം നമ്മള് ഫ്രണ്ട് സൈഡാണ് നല്ല വ്യൂ വരുന്നത്. ബാക്കിലേക്കും കൊടുത്തോ? തിരിച്ചു വെച്ച ബാക്ക് ജസ്റ്റ് ഇങ്ങനെ തിരിക്കും ഞാറ്റി. ബാക്കിലേക്ക് അധികം ബാക്ക് ജസ്റ്റ് ചെയ്തോ, എന്നിട്ട് ഫ്രണ്ടില് ഫുൾ ബാക്കി ഫിൽ ചെയ്യാം. ഈ മരത്തിനൊരു ചെരിവൊക്കെ ഉണ്ട് കേട്ടോ. അതെ നിക്കുന്നുണ്ടോ? അതാണൊരു വിഷയമാണത്. ശരി ഞാൻ അങ്ങോട്ട് പോവാ. അല്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്തൊന്നും ഇല്ലല്ലോ. ഞാനുണ്ടല്ലോ. എടാ പോടാ. ശരിക്കും പന്നിമൂക്ക കണ്ടില്ലേ ഗൈസ്? എപ്പോഴും ഈ കുഞ്ഞാച്ചി പറഞ്ഞ് കളിയാക്കുന്ന ഞാനാക്കിയൊന്നുമല്ലോ. എന്റെ പന്നിമൂക്ക ആയതല്ലേ. നീ എന്താക്കണം? അപ്പൊ പിന്നെ പെർഫെക്റ്റ് എങ്ങനെ പറയാൻ പറ്റും? അത് പന്നി എനിക്കത് പെർഫെക്റ്റ് അല്ലേ പങ്ക? പോടാ ശരിക്കും. എന്റെ കണ്ണുകൾ ഞാൻ പെർഫെക്റ്റ് അല്ലേ പങ്ക? വായില്ല കാലമാടാ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നും. എടുക്കണം എനിക്ക്. ഗായ്സ് അങ്ങനെ നോക്ക്, നമ്മുടെ ട്രീ കണ്ടോട്ടോ. ഇതാണോ നമ്മളെല്ലാ കാര്യങ്ങളും ട്രീയിൽ മുഴുവനും നമുക്ക് കയ്യിലുള്ള അത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രീ അത്യാവശ്യം കുറച്ച് വലുതായതുകൊണ്ട് കയ്യിലുള്ള സാധനങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് തികഞ്ഞിട്ടില്ല. എങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മൾ ബെൽസാണ് കേട്ടോ കെട്ടാൻ പോകുന്നത്. കണ്ടില്ലേ ബെൽസ് കുറച്ച് മോസ്റ്റ് എന്നല്ല കുറച്ചുണ്ട് നമ്മുടെ കയ്യിൽ. കണ്ടില്ലേ നമുക്ക് ഇത്രയും ബെൽസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ആ ബെൽസും കൂടി നമുക്ക് അടുത്ത ബെല്ല് റെഡിയാക്കാം. അടുത്ത ബെല്ല് നമുക്ക് ഓരോ സ്ഥലത്തായിരുന്നു. അത് മണിയാ. ഇത് മണിയാണേ. മണിയില്ലാത്ത മണി, കിളിങ്ങാത്ത മണി. ഇതുണ്ടോ? ഓക്കെ ഗായ്സ്, നമ്മളെ പൈൻ ട്രീയിൽ കണ്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന പൈൻ ട്രീ ആണ് കേട്ടോ. ഇങ്ങനത്തെ പൈൻ ട്രീ എനിക്ക് തോന്നുന്നു ആർക്കും ഉണ്ടാവില്ല. ഇത് എവിടുന്ന് അറിയോ ഗൈസ്? നമ്മുടെ എന്താണ് പങ്കാ ഷോപ്പിൽ? നമ്മുടെ കവിത ജ്വല്ലേഴ്സിലെ ബത്തേരി. അപ്പോൾ നമ്മളന്ന് ബത്തേരി പോയ ടൈമിലുണ്ട്. അതിൻ്റെ എൻട്രൻസിൽ അവരിങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് അവരിങ്ങനെ എന്താ പറയുക നല്ല ഡെക്കറേഷനായിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നടന്നു പോകുമ്പോൾ പൂക്കളൊക്കെ ഒരുപാട് അവിടെ വീണ് കിടക്കുക. ചേച്ചിമാരുണ്ട് അത് അടിച്ചു വാരി കളയാൻ നോക്കുന്നു. ഞങ്ങൾ പറഞ്ഞു കളയല്ലേ, ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവരും ഞങ്ങളും കൂടി ഒരുമിച്ച് ഇരുന്ന് പെറുക്കിയെടുത്ത ഫ്ലവേഴ്സാണ് ഗായ്സ് നമ്മളിപ്പം
ഈ നമ്മളെ പൈൻ ട്രീസിൽ ഡെക്കറേഷൻ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ വാവാച്ചി? അതെ എനിക്ക് തോന്നുന്നു നല്ല രസമുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതന്നെ. ഫ്ലവേഴ്സ് ആരും വെച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഫ്ലവേഴ്സ് വെച്ച പുൽക്കൂടും പോട്ടെ, ട്രീ, ക്രിസ്മസ് ട്രീ, അതും പൈൻ ട്രീ. അതന്നെ. അതുപോലെ മഞ്ചാടിക്കുരു വെച്ച പുൽക്കൂടും ഉണ്ടാവില്ല ആർക്കും. അതന്നെ നമ്മുടെ ഐഡിയ ആണ് guys. നമ്മുടെ ഐഡിയ നമ്മൾ യെല്ലോ ഉണ്ടായിരുന്നല്ലേ ഫസ്റ്റ് അവര് പറഞ്ഞത്? ആ ഈ എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന പറഞ്ഞത്. എല്ലാം മാറ്റി പിന്നെ റോസ് ആക്കിയതാന്ന് പറഞ്ഞു. എല്ലോ അപ്പൊ എന്തോരം അവര് കളഞ്ഞു കാണൂലേ? നമ്മളത് കഴിഞ്ഞതിന് ശേഷം പോയില്ലേ? അത് തന്നെ. അവസ്ഥയായി പോയി. പിന്നെ ചെറിയ ഉണ്ട് നമ്മുടെ. ആ ചെറീസും ഉണ്ട്. മോസ്റ്റ് ആകും ബിഗ് മോസ്റ്റ് ഉള്ളൂ. അത് തന്നെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് ഫുൾ നമുക്ക് അതാ മറന്നുപോയി. ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് കപ്പൽ ഉണ്ടാക്കി. ട്രീ ആണ് ഓക്കെ, മണ്ടനാ. പൂട്രീ ഉണ്ടാക്കി. പൂക്കളും കൊണ്ട് ട്രീ ഉണ്ടാക്കി. എന്താ പോട്ടാ ഗായ്സ്. അപ്പൊ പൈങ്കിൾ ഇതേ മോസ്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റാർ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വാവ് നോക്കൂ ഗായ്സ്. അപ്പൊ നമ്മള് നേരെ വെക്കടാ. അതെ മുമ്പിലേക്ക് വെക്ക്. എടാ മെറി ക്രിസ്മസ് എഴുതി എവിടെ പോയി? ആ അവിടേക്കാണ് വേണ്ടത്. അയ്യോ എവിടെ? ആ ഇവിടെ വിളിച്ചിരിക്കണം ആള്. ഇങ്ങനെ തലകുത്തി നിക്കുന്നത്. ഇതാണ് നമ്മുടെ മെറി ക്രിസ്മസ് എഴുതി ഗായ്സ്. അപ്പൊ പങ്ക ഇങ്ങനെ. അപ്പൊ നക്ഷത്രം കുറച്ച് ഇങ്ങോട്ടേക്ക് തിരിക്ക്. ഇങ്ങോട്ട് തിരിക്ക്. ഇങ്ങോട്ടേക്ക് തിരിക്ക്. ആ അത്രയും താഴത്തുണ്ടാവും. കുറച്ച് പൊക്കിയോ. ഇങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ റെഡി. കുംഭ്രസ്വാമി കുമ്പിട്ട് നിൽക്കും അല്ലേ? അപ്പൊ ഗായ്സ് നമുക്ക് താഴെ മുതലുള്ള വ്യൂ നോക്കാം. വാവ്. ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് ട്രീ ഉണ്ടാക്കി. വാവ് ഗായ്സ്. അപ്പൊ നമ്മുടെ എല്ലാം കാണാൻ നല്ല കളറായിട്ടുണ്ട്. എന്തൊരു ചന്തം, എന്തൊരു ഭംഗി, എന്തൊരഴകാണാ ട്രീയിൽ കാണാൻ. നല്ല ഭംഗിയുണ്ട് ഗൈസ്. അപ്പം നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂപ്പർ കൂലായിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഇത് ഈ സൂത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുൽക്കൂട്ടിലേക്ക് നമുക്ക് വെക്കാം. നമ്മൾ പുൽക്കൂടൊക്കെ സെറ്റ് ആക്കിയെങ്കിലും നമുക്ക് ആ സൂത്രങ്ങളൊക്കെ നമുക്ക് പുൽക്കൂട്ടിലേക്കും കൂടെ നമുക്ക് വെക്കാം. അപ്പോൾ ഇവിടെ മോസ്റ്റ് ആണ് നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മളിത് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് ഓവർ ആക്കിയിട്ടുണ്ട് അല്ലേ വാവാറ്റ? സോ ഗൈസ് വി ആർ ഗോയിങ് ടു പ്ലേസ് ദിസ് ട്രീ ടു അവർ നിയർ ദ പുൽക്കൂട്. നമ്മുടെ പുൽക്കൂടിന്റെ അടുത്തേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. എടുക്കല്ലേ? എന്നാ എടുത്തോ. വന്നോ? ഓക്കെ. ഏത് വഴിക്കായിട്ട് വരുന്നേ? പിടിച്ചു വരാൻ പോണ. രുദ്രസ തല ആടിപ്പോയി. പോയിടുന്നു പൈതൽ പോലെ നീങ്ങിടുന്നു. ക്രിസ്മസ് ട്രീ കൊണ്ട് പോയിടുന്നു. എന്തൊരു രസമാണ്, എന്തൊരു ചന്തമാണ്. വീണാലെല്ലാ ചന്തവും പൊട്ടി പൊളിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടും. അയ്യോ അയ്യോ വെക്കാന് പറ്റുന്നില്ലല്ലോ. അയ്യോ ഇതെല്ലാം പോയല്ലോ. ട്രീയും കൂടെ പണിയായോ? ഇനി ഇത് ഇവിടത്തേക്ക് നമ്മൾ എന്തൊക്കെ പാടുപെടേണ്ടി ഇരിക്കുന്നു. നോക്കൂ ഗായ്സ്, നമ്മുടെ ട്രീ ഇവിടെ ഒതുങ്ങുന്ന കഷ്ടമാണ്. എന്ത് ചെയ്യണം നമുക്ക് അറിയില്ല. ഇത് കണ്ടല്ലേ സ്റ്റൂളൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരണം. ചാടിക്കറി നിക്കണം അതിന്റെ മുകളില്. ഞാൻ അത് വേണ്ട. അയ്യോ എന്നിട്ട് ആ കൊമ്പ് മുകളിലേക്ക് ആക്കി വെച്ചാ മതി. കൊമ്പല്ലേ? ഗായ്സ് ഇവിടെ മോസ്റ്റ് ആണ്. ദൈവമേ ഇത്ര നേരത്തെ കഷ്ടപ്പാടാ. ഒറ്റയടിക്ക്
കൊമ്പ് നമുക്ക് പണിയിരുന്നു. ആ കൊമ്പ് എടാ അപ്പുറത്തെ കൊമ്പിന്റെ മുകളിലേക്ക് ആക്കി വെക്കും കുഞ്ഞാറ്റി. ഇത്ര മതിയോ? ആ അത്ര അടുത്ത് വേണ്ട, ഇച്ചിരി വലിക്ക്. ഫ്രണ്ടിലേക്കാ? ആ ഇച്ചിരി സൈഡിലേക്ക് വലിക്ക്. അങ്ങനെയാ? അങ്ങനെയല്ല, ഇച്ചിരി ബാക്കിലേക്ക് ആക്കത്. ഇത് ഇച്ചിരി ഇങ്ങോട്ട് വലിക്ക്, ഇച്ചിരിയും കൂടി. ആ മതി. എന്താന്നറിയോ, അത്രയും അടുത്തടുത്തിരുന്ന രസമില്ല. ഈ കൊമ്പില്ലേ, അത് ആ കൊമ്പിന്റെ മുകളിലേക്ക് ആക്ക്. അപ്പൊ ഇത് കെട്ടാൻ ഒരു വള്ളി വേണം. ആ വള്ളി വേണ്ട, അപ്പുറത്തേക്ക് ഇങ്ങനെ ചുറ്റി പോലെ വെച്ചാ മതി. ചുറ്റി പോലെ വെക്കാൻ പറ്റുമോ അറിയില്ല, കാരണം സ്റ്റാർ ഇവിടെ സ്റ്റാർ. ഓക്കെ ഓക്കെ ഓക്കെ. നോക്കിയായിരുന്നു. ഇപ്പൊ റെഡിയാണോ? ആ ഇപ്പൊ റെഡിയാ. അറിയില്ല, ഞാൻ എനിക്ക് വന്ന് നോക്കണം, എന്നാലേ അറിയുള്ളൂ. ഈ കൊമ്പും കൂടെ പ്ലേസ് ചെയ്യണം ചേച്ചി. കറക്റ്റ്. ഇത് ഓക്കെ. സ്റ്റാർ ഇവിടെ കിടന്നോണ്ടല്ലേ? ആ അത് സ്റ്റാർ ഇവിടെ കിടന്നാല് ഇല്ല, അതിനവിടുന്ന് പൊട്ടിച്ചെടുത്ത്. ആ അവിടെ കിടന്നോട്ടെ, എന്നാ കാണും. ഇവിടെ ഓക്കെ അല്ലേ? അവിടെ ഓക്കെയാ. ഇത് ഈ കൊമ്പും കൂടി സെറ്റ് ആക്കാനുണ്ടോ ചേച്ചി? ഏതാ ഇത്? ഇതാണോ? ആ അത് തന്നെ. അയ്യോ അതവിടെ കെട്ടി വെച്ചേക്കുവാണോ മുള്ള്? ചെമ്പരത്തി. ചെമ്പരത്തിയാണേ. എന്താണ്? ചെമ്പരത്തി. യെസ്. ചെമ്പരത്തി നാളത്ത് ഇതാണ് ഞാൻ പറയുന്നത്. ഇത് അത് അവിടെ കെട്ടി വെച്ചു. അത് മാറ്റണോ? അത് മാറ്റണം. കാണുന്നില്ല. പണിയാണ്. ആ പണിയല്ല. വണ്ണാത്തിപ്പുഴയിലെ കുഞ്ഞാറ്റ് റെഡിയല്ലേ? കുരുവിക്കും. ഓക്കെ. ഇതോ അത് പൊട്ടിച്ചു കളയണം. സോറി എനിക്ക് വേദന എടുക്കുന്നു അതിനെ ദ്രോഹിച്ചിട്ട്. നോക്കൂ ഗൈസ്, അപ്പൊ നമ്മുടെ ട്രീ നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ചെരിഞ്ഞായിരിക്കും സ്റ്റാർ. കുമ്പിട സമയ ഇത് കുറച്ച് ഇങ്ങോട്ട് കൊമ്പ് സീനാണിത്. ഇപ്പോഴോ ഈ ട്രീ ഉണ്ടോ മുമ്പിലേക്ക് ഇങ്ങനെ വരുന്നേ? അങ്ങനെ സ്റ്റാർ ഇങ്ങനെയാ നിക്കുന്നേ. സ്റ്റാർ ഇങ്ങോട്ടാക്കി ഇച്ചിരി ഇങ്ങോട്ട്. അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് ഇങ്ങനെ ആക്കണം. ഇച്ചിരി കൊണ്ട് നേരെ. ആ ഓക്കെ. റെഡിയാണോ? ആ കുഴപ്പമില്ല. ഞാനിപ്പോ വീണേനെ ഇവിടെ. ഞാൻ ഇറങ്ങി നോക്കിയോടാ. അല്ലേ ഇത് നല്ല രസമുണ്ടല്ലോ. അയ്യോ സൂപ്പർ. പൈങ്കിളി വേഗം വന്ന് സ്നോ മേക്ക് ചെയ്യ് പങ്ക. സൂപ്പർ കൂല്. Yes, I know how to make the snow, so I'll do it. എടാ നോക്കിക്കേ. കൂൽ. അതാ ഒരു ഫ്ലവർ ചാടി കഴിഞ്ഞിട്ട്. അങ്ങോട്ട് വെച്ചു. ഈ മനസ്സിലല്ലേ? വാവ്, എന്തായാലും ആ ഫ്ലവേഴ്സ് കൊണ്ടുവന്നത് നല്ല ഉപകാരമായില്ലേ? സത്യം. ട്രീയും നല്ല രസമുണ്ട് അല്ലേ? ഓക്കെ, ട്രീ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ടോട്ടലി നമ്മുടെ മോസ്റ്റ് പുൽക്കൂടും നമ്മുടെ മോസ്റ്റ് ട്രീയും അടിപൊളി. അപ്പൊ നമുക്കൊന്ന് ഇത് പ്ലേസ് ചെയ്യണ്ട. പിന്നെ പ്ലേസ് ചെയ്യണ്ട. അതുപോലെ നമുക്കേ ഇത് എന്താ അറിയോ, നക്ഷത്രം തൂക്കണം ഇനി ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നക്ഷത്രം നോക്കണം. ഇവിടെ ചിലരൊക്കെ ഇതേ മഞ്ഞുണ്ടാക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞുണ്ടാക്കിക്കോ. പുൽക്കൂടിൻ്റെ ഈ സൂത്രങ്ങളൊക്കെ പോയി നമുക്ക് ഈ പച്ച സാധനം നമുക്ക് പുൽക്കൂടിൻ്റെ അകത്തേക്കോ അല്ലെ എവിടെയെങ്കിലും നമുക്കൊന്ന് പ്ലേസ് ചെയ്യണം. അതുകൂടി ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ ലാറ്റി. ഗായ്സ്, അപ്പൊ നമ്മൾ തെർമോകോൾസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഗായ്സ് ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് മഞ്ഞിട്ട് തന്നോണ്ടിരിക്കുകയാണ്. കണ്ടോ? വാവ്, കണ്ടോ? നല്ല രസമില്ലേ കാണാൻ? നമ്മൾ മഞ്ഞത് മുഴുവനും ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ ഗായ്സ്? അതോ നമ്മളിനി ഇവിടെയൊക്കെ മഞ്ഞ് നമ്മൾ വീഴ്ത്താൻ വേണ്ടി പോവാണ് കേട്ടോ. ഉള്ളിലേക്കൊന്നും നമ്മൾ ചെയ്യുന്നില്ല, ഇവിടെ ഒരു ഭാഗത്ത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ കളർ കാറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഔട്ട്ലൈൻ ആയിട്ടും കൂടി ഇവിടെ വയ്ക്കാം. ആ ഗ്രീൻ ഇങ്ങോട്ടേക്ക് വെച്ചു പറ്റേ. ഈ ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് ഇവിടെയും കൂടി വെക്കാം. ഇത് പിടിക്കും, ക്യാമറ പിടിക്കും നമുക്ക്. അപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അയ്യോ ഞാനാടാ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ, ഉദ്ദേശിക്കുന്നതിനല്ല നമ്മൾ വെക്കുന്നത്. കണ്ടോ, നല്ല രസമുണ്ടല്ലേ? ഇഷ്ടേൻ്റെ ഇതും പാട്ടോടാം. വാതിൽ തുറക്കൂ നീ കാലമേ,
കണ്ടോട്ടെ സ്നേഹ സ്വരൂപനേ കുരിശിൽ പുലയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശുമഹേശ്വരനേ വാതിൽ തുറക്കൂ നീ കാലമേ അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വള്ളിയിൽ മുട്ടിട്ട പൊൻപൂവേ കണ്ണീരിലാണോ കൈ നീത്തരേണമേ കടലിനു മീതെ നടന്നവനേ അവിടെ തൃക്കൈലാണിന്റെ ലിറിക്സ് ശരിക്കും അറിയില്ല, എല്ലാ തെറ്റുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയത്തില്ല കേട്ടോ. പുല്ലിന്റെ പൊക്കത്തിൽ കൂടി ഇടുന്നു. ഇവിടെ കുറവാണോ? ഇത് കുറച്ച് വലിക്കും കയറ്റി. ശരി, അവിടെ കുറെ ഉണ്ടല്ലേ. അവിടെ ഇത് എടുത്തോ, അവിടെ മുഴുവൻ എടുത്തോന്നായിട്ട്. ദൈവമേ, കച്ചി എത്ര കഷ്ടപ്പെട്ടെന്നറിയാം ഞാനിവിടെ ഒതുക്കി വെച്ചത്. നോക്കത് മുഴുവൻ അവിടെ കോളായി. കണ്ടോ ഗായ്സ്, എത്രയോ കഷ്ടപ്പെട്ടെന്നറിയാം ഞാനിത് ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ചിരുന്ന കഷ്ടപ്പാട് മോസ്റ്റാണ്. ഇപ്പം ഇത് കണ്ടില്ലേ, മുഴുവനും നൈസായിട്ട് കൊളായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ ഫുള്ളും മഞ്ഞൾ നമുക്ക് വീട്ടിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, പുല്ലിന്റെ പൊക്കത്തിൽ കൂടി വിടരേ ഇവിടെ അല്ലേ? ആ പുല്ല്, പച്ചപ്പുല്ല്. മഞ്ചാടിക്കുരുവിലാക്കണ്ട കേട്ടോ. ഇല്ല, മഞ്ഞൾക്കുള്ളിൽ ഞാൻ ആക്കുന്നില്ല. തേച്ച് പരിചയമാണ്. ഉറക്കാനും തേക്കാനും നന്നായി അറിയാം. ഉറപ്പും തേച്ചിട്ട് അങ്ങനെ നമ്മുടെ മോസ്റ്റ് ട്രീസ് നമ്മുടെ മോസ്റ്റ് ട്രീ നമ്മളിത് മോസ്റ്റ് ആയിട്ട് ഇപ്പം ഡെക്കറേഷൻ ഓവർ ആക്കി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ബാബാറ്റി? കണ്ടോ, നമുക്കപ്പം ഒന്ന് അടിയാ മുടി ഒന്ന് കാണാം. അപ്പൊ അതുപോലെ നമ്മുടെ പുൽക്കൂടും അതേ മോസ്റ്റ് ആയിട്ട് നമ്മള് പുൽക്കൂടൊക്കെ നമ്മൾ മോസ്റ്റായിട്ട് മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുൽക്കൂടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഗ്രീൻ സാധനം കൊണ്ട് നമ്മൾ വെച്ച് കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ തെർമോകോൾസ് കണ്ടോ, അതും കൂടി മുറിച്ചിട്ട് ശരിക്കും സ്നോ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്ത് കൊടുത്തപ്പോൾ ഒരു നല്ലൊരു രസം നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രീൻ്റെയൊക്കെ ഒരു ലുക്ക് നമുക്കൊന്ന് മുഴുവനായിട്ട് കാണാം. ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ട്രീ ഡെക്കറേഷൻ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മോസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാനും ആരും മറക്കല്ലേ. ഇനിയിപ്പോൾ മറന്നു പോയാലും ഞാൻ എൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പം നമ്മുടെ മോസ്റ്റ് ട്രീ ഡെക്കറേഷൻ ഇവിടെ ഓവർ ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് നൈറ്റ് വ്യൂ കാണണ്ടേ? നൈറ്റ് വ്യൂ നമുക്ക് കണ്ടേ പറ്റുള്ളൂ നമ്മുടെ ട്രീ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. പുൽക്കൂടും അതെ കേട്ടോ. അപ്പം രണ്ടിൻ്റെ വ്യൂ നമുക്ക് എന്ത് ചെയ്യാം, കാണണ്ടേ? തീർച്ചയായിട്ടും കാണണം. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് നൈറ്റ് വ്യൂയിലേക്ക് കടക്കാം. വരൂ. ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ നൈറ്റ് വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ ഗായ്സ്, നമ്മുടെ
എന്റെ ദൈവമേ, നോക്ക് മുകളിലേക്ക്. മറ്റേ അടി തൊട്ട് മുടി വരെ ഈ പൊട്ടനാ ക്യാമറമാൻ ഇപ്പോഴും പൊട്ടൻ. ക്രിസ്മസ് ആയി, പുതിയ വർഷം, എന്ത് നന്നായിക്കൂടെ അടിക്കുന്ന പോടാ. 3 സ്റ്റാർ. Jingle bells, jingle bells, jingle all the bells. Oh, what fun it is to ride a one-horse open sleigh. Yay! Jingle bells, jingle bells, jingle all the bells. Oh, what fun it is to ride a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. Na 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 na. എന്ത് രസമാലേ നമ്മുടെ ട്രീ കാണാന്. എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ ട്രീനെയും കൂടി കാണുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ അതോ അടിപൊളിയാണോ അതോ പിളിയാണോ? അടിപൊളിയാണ്. അപ്പൊ ഞാൻ പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് നമ്മുടെ നല്ല രസത്തിലുള്ള ട്രീ നമ്മൾ അടിപൊളി സൂപ്പർ കൂലായിട്ട് നമ്മള് എന്ത് ചെയ്തിട്ടുണ്ട് ഗായ്സ്, ഡെക്കറേറ്റ് ഉണ്ട്. നമ്മുടെ ക്യാമറാമാൻ എല്ലാം നല്ല രസത്തിൽ ഇതേ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിതേ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, എന്താ നമ്മൾ പറയണ്ടെന്ന് എനിക്ക് തന്നെ വായിൽ കിട്ടുന്നില്ല ഗൈസ്. അതാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ പറ്റി. കാരണം വാക്കുകളാൽ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തിലാണ് നമ്മുടെ ട്രീ നമ്മളിപ്പം മോസ്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. മോസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ബിഗ് മോസ്റ്റ് ആയിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് ആരുണ്ട്? നമ്മുടെ പുൽക്കൂടും കൂടി ഉണ്ട് ഗൈസ്. അപ്പൊ അതും കൂടി നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ പുൽക്കൂട് ഉണ്ടാക്കുന്ന വീട് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. എങ്കിലും നമ്മുടെ ട്രീ വന്നാലും പുൽക്കൂടും കൂടി ഇല്ല, അതൊരു ഭംഗിയില്ല അല്ലേ ബാബാറ്റി? അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മള് മോസ്റ്റ് ആവുക. അങ്ങനെ ലൈറ്റ് ഒന്നും കൊണ്ടുപോടാ. രണ്ടും കൂടി ചേരുമ്പോഴാണ് മോസ്റ്റ് ആവുക. ക്യാമറന്റെ സ്ക്രൂ ഇവിടെ ലൂസ് ആക്കി കേട്ടോ. ഓക്കെ, ക്യാമറ ഇപ്പൊ മോഹിനിയാട്ടം കളിക്കും. അത് തന്നെ, ആട്ടം കളിച്ച് നിലത്തിട്ട് ഞാൻ കൊല്ലും. അതോടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നും. തമാശകൾ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തണുപ്പത്ത് മൂക്കി പിടിക്കില്ലടാ. വയനാട് നല്ല തണുപ്പ്. അതോ ഞാൻ കുളിച്ചിട്ടേക്കുന്നത് മൂക്കി പിടിച്ച. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മള് മോസ്റ്റ് അങ്ങ് മാറി നിൽക്കും പൊട്ട കൊച്ചേ. അപ്പൊ നമ്മുടെ മോസ്റ്റ് ആയിട്ട് നമ്മുടെ എന്താണ് ട്രീ നമ്മള് അടിപൊളിയായിട്ട് അടി തൊട്ട് മുടി വരെ വരെ സ്ലോ മോഷൻ വീഡിയോ ട്രീന്റെ മാത്രം. ആ പുൽക്കൂടിനെ നിങ്ങൾ കണ്ടോ? പുൽക്കൂടിനെ ഒന്ന് കാണും. പുൽക്കൂടിനെ നിങ്ങളൊന്ന് കണ്ടോ? ഇനി കണ്ടില്ല എന്നൊന്നും വേണ്ട, എല്ലാരും ഒന്ന് കാണ്. ക്യാമറമാൻ പതുക്കെ പുല്ലീന്ന് പോട്ട്, പുല്ലീന്ന് പോണം. യെരൂശലേം നായക ബലതൻ വിമോചക അഭയമായി പ്രകാശമായി ബത്ലഹേം നഗരിയിൽ. ഇനി പടയ കോപ്പറേറ്റ് ഒന്നും അറിയില്ല. അപ്പൊ ട്രീന്റെ വ്യൂ എന്ന് പറയുന്നത്, പുൽക്കൂടിന്റെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ട്രീ നമുക്ക് ഫോക്കസിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം.
ആയിട്ടുള്ള ട്രീ ഡെക്കറേഷൻ വീഡിയോ ഗായ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ മോസ്റ്റ് ട്രീ എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ഇരുന്ന് പറയാം, അതാണ് നമുക്ക് കുഴപ്പമില്ലല്ലോ, നിന്ന് മടുക്കണ്ടല്ലോ. മോസ്റ്റ് ട്രീ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏയ് അപ്പൊ നമുക്ക് നമ്മളെന്താണ് ട്രീ എടാ നിനക്ക് എന്താ പ്രശ്നം എന്താണേ ദൈവമേ, നമ്മുടെ മോസ്റ്റ് ട്രീ ഡെക്കറേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഗായ്സ്, അടുത്ത ഒരു സൂപ്പർ കൂൾ വീഡിയോയിലൂടെ കാണും. പക്ഷെ എന്ത് വീഡിയോയിലൂടെ നമ്മള് ക്രിസ്മസ് മോസ്റ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ എല്ലാവരെയും ഞാൻ വിളിച്ചിട്ട് ഓടി വരാം. അപ്പൊ അത് നെക്സ്റ്റ് വീഡിയോയിലാണ് നിങ്ങളെ കാണിക്കുള്ളൂ. അപ്പൊ ട്രീ ഡെക്കറേഷൻ വീഡിയോ ആയതുകൊണ്ട് ഞാൻ എല്ലാവരെയും വിളിച്ചൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ട്രീ ഡെക്കറേഷൻ വീഡിയോ മോസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് വീഡിയോ ഇതിന്റെ ബാക്കിൽ പുറകെ വരുന്നുണ്ട്. അപ്പൊ ആരും മിസ് ചെയ്യരുത്. മോസ്റ്റ് നമ്മൾ കേക്കൊക്കെ കിട്ടി നമ്മൾ വൈബാക്കും. മോസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട് നമ്മുടെ ക്രിസ്മസ് വ്ളോഗിന്. അപ്പൊ ആരും ഇത് മിസ് ചെയ്യാൻ മറക്കരുത്. ബിഗ് മോസ്റ്റ് സർപ്രൈസ് ആണ്. അപ്പൊ ആ സർപ്രൈസ് നിങ്ങളെ എനിക്ക് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ ആരും മിസ് ചെയ്യാതെ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് വ്ളോഗ് ഇത് കഴിഞ്ഞ പാടെ ഉണ്ടാവും, നിങ്ങൾ കാണാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്രിസ്മസ് വ്ളോഗിലൂടെ ഗൈസ് നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടാം.